പിൻവാതിൽ നിയമനം. എപ്പോൾ LDF സർക്കാർ ഭരണത്തിലെത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ വളരെ കൂടുതലായിട്ട് പിൻവാതിൽ നിയമനം നടക്കാറുണ്ട്. മറ്റ് UDF ഗവൺമെന്റ് വന്നാലും പിൻവാതിൽ നിയമനം കുറച്ചൊക്കെ ഉണ്ടായെന്നിരിക്കും. പക്ഷെ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ, കുറ്റകരമായ രീതിയിൽ പിൻവാതിൽ നിയമനം ഉണ്ടാകാറില്ല എന്നതാണ് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. പക്ഷെ LDF വരുമ്പോൾ അങ്ങനെയല്ല. LDF-ൽ തന്നെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, LDF വന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത് സഖാക്കളായിരിക്കുമെന്ന്. പ്ലാനിംഗ് ബോർഡിന്റെ കേസും അങ്ങനെ തന്നെ. പ്ലാനിംഗ് ബോർഡിൽ ഒരു പേപ്പർ മൂവ് ചെയ്യണമെങ്കിൽ സഖാക്കൾ പിന്നെ ഓക്കെ പറഞ്ഞാലേ ഒരു പേപ്പർ മൂവ് ചെയ്യുള്ളൂ. അത്രയ്ക്ക് സഖാക്കൾ ഭരണമാണ് സെക്രട്ടേറിയറ്റിലും പ്ലാനിംഗ് ബോർഡിലും ഒക്കെ LDF-ന്റെ ഭരണകാലത്തെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, ഈ പിൻവാതിൽ നിയമനം ക്രൂരമായ ഒരു ചതിയാണ് ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 25 ലക്ഷത്തോളം പേരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് PSC പരീക്ഷ കഴിഞ്ഞ് ഇന്റർവ്യൂവും കഴിഞ്ഞ് എങ്ങനെയെങ്കിലും PSC വഴി ഒന്നൊരു ജോലിയിൽ കയറി കൂടുക എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന മിടുക്കരായ പിന്നെ യുവതി യുവാക്കളുള്ള നാട്ടിലാണ് പിൻവാതിൽ നിയമനം കലശലായിട്ട് നടക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഇപ്പൊ തന്നെ നോക്കുക, ഏതൊക്കെ മേഖലകളിലേക്കാണ് പിൻവാതിൽ നിയമനം വരാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി സർക്കാർ വളരെ ധൃതി പിടിച്ച് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് കാലാവധി തീരാൻ ഇപ്പൊ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് കഷ്ടിച്ച് 1 മാസമേ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പോഴാണ് ഈ നിയമനം നടക്കുന്നത്. മാത്രവുമല്ല, ഈ 2023 കോടതി ഇടപെട്ട് തന്നെ ഈ നിയമനത്തിനെതിരെ തീരുമാനം എടുക്കുകയും ഈ പ്രാവശ്യം ആകട്ടെ മേലിൽ ഇങ്ങനെ ചെയ്തു പോകരുത്, അത്തരം നിയമലംഘനങ്ങൾ നടന്നാൽ അത് കോടതിയെ അറിയിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇപ്പോൾ കോടതിയെ പോലും ധിക്കരിച്ച് നിയമലംഘനം നടത്തുന്നത് എന്ന് നമ്മൾ വിസ്മരിക്കാൻ സാധിക്കില്ല. അപ്പൊ എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്ഥലത്തേക്കാണ് കൊണ്ടുപിടിച്ചുള്ള ശ്രമം? CMAT കേരള, CDIT സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്, സഹകരണ പരീക്ഷാ ബോർഡ്, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ്, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെല്ലാം പുതിയ നിയമന നീക്കം നടക്കുകയാണ്. അപ്പം സഹകരണ വകുപ്പിന് കീഴിലെ സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് നിയമന നടപടി വേഗത്തിലാക്കാൻ തീരുമാനിച്ചത്. അസിസ്റ്റന്റ് മാനേജർ മുതൽ വാച്ച്മാൻ വരെയുള്ള 5 തസ്തികകളാണ് ഇവിടെ തിരക്കിട്ട് സൃഷ്ടിച്ചത്. ഓർമ്മിക്കണം, തിരക്കിട്ട് സൃഷ്ടിച്ചത്. അവിടെ നേരത്തെ അങ്ങനെ തസ്തികകൾ ഇല്ലാത്ത തസ്തികകൾ സൃഷ്ടിക്കുകയാണ്. ഓർക്കുക, കേരളം കടക്കണിയുടെ വക്കിലാണ്. അങ്ങനെ കടക്കണിയിലാണെന്ന് പറയാം. ഒരു കാര്യവും നടത്താത്തത് കൊണ്ടാണ് കടക്കണിയിലേക്ക് പോകാത്തത്. പണം വാങ്ങിച്ച് ചെലവിട്ടാലല്ലേ അത്. അങ്ങനെ വാങ്ങുന്നില്ല, ചെലവിടുന്നില്ല, വാങ്ങുന്നത് മുഴുവൻ ദൂർത്താണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇതുപോലെ പിൻവാതിൽ നിയമനത്തിനുള്ള തീരുമാനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നത്. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൽ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള 14 ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കവും സജീവമാണ്. അതായത് ദിവസക്കൂലിക്കാരായിട്ട് ജോലിയിൽ കയറ്റിയവരെയാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തി. പിന്നെ അവര് ഈ പറയപ്പെട്ട സഹകരണ സ്ഥാപനത്തിന്റെ ടോപ്പിൽ വരെ എത്തും കേട്ടോ. എങ്ങനെ കാര്യക്ഷമത വർദ്ധിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് PSC വഴി മിടുക്കർ വരേണ്ട സ്ഥാനങ്ങളിലേക്കാണ് ഇങ്ങനെ പിൻവാതിൽ നിയമനം വഴി കാര്യം. അതുകൊണ്ടാണ് സംസ്ഥാനം എപ്പോഴും ഇങ്ങനെ ഈ കടം കയത്തിൽ കിടന്ന് കാലിട്ടടിക്കേണ്ടി വരുന്നത്. കാരണം കാര്യക്ഷമതയുള്ളവരും വിവരമുള്ളവരും ഓരോരോ സ്ഥാനങ്ങളിൽ എത്തിയാലല്ലേ സംസ്ഥാനത്തിന് സഹായകരമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യാതെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യൂ. അങ്ങനെ ചെയ്യുന്നില്ല കേരളത്തിൽ. അത് എപ്പോഴും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കുറ്റപ്പെടുത്തുന്നതാണ്. അതായത് കാര്യക്ഷമതയില്ലായ്മ, അതാണ് ഒന്നാമത്തെ കുറ്റപ്പെടുത്തൽ. കാര്യക്ഷമതയില്ലായ്മയുടെ കാരണം ഇതുപോലെയുള്ള ഈ ദിവസവേതനക്കാരായിട്ട് പിന്നെ പെട്ടിയും തൂക്കി നടക്കുന്നവരെ അപ്പോയിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തും. അവർ വലിയ പൊസിഷൻസിലെത്തും. അവരായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം കടക്കണിയിലേക്ക് പോവുക. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ.
സിസ്റ്റം എന്തൊക്കെ റാങ്ക് ഇവിടെ എടുക്കുന്നത് നോക്കണേ. ദിവസ വേതനാടിസ്ഥാനത്തിൽ എടുത്ത 14 പേരെ എന്തൊക്കെയാക്കിയാ മാറ്റുന്നേ നോക്കുക. അപ്പൊ തന്നെ നമുക്ക് കാര്യക്ഷമതയുടെ ഒരു രീതി മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ നിയമനത്തിലുള്ള റാങ്ക് പട്ടിക, PSC റാങ്ക് പട്ടികയുണ്ട്. ആ പട്ടികയിലുള്ളവരെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ പിൻവാതിൽ നിയമനം നടത്തുന്നത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഏതൊക്കെ പ്രധാനപ്പെട്ട പോസ്റ്റാണെന്ന് നോക്ക്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അത് കഴിഞ്ഞ പിന്നെ LD ക്ലാർക്ക്, അറ്റൻഡർ, പ്യൂൺ എന്നീ തസ്തികയ്ക്കായിട്ട് ആണ് റാങ്ക് പട്ടികയിലുള്ളത്. ആ റാങ്ക് പട്ടികയിലുള്ളവർക്ക് പകരമാണ് ഈ ദിവസ വേതനക്കാരെ ജോലിക്കെടുക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകും എങ്ങനെയായിരിക്കും ആ ബോർഡിന്റെ പ്രവർത്തനം, എത്ര കഴിവോടി എത്ര മികവോടും കൂടിയാണ് മുൻപോട്ട് പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അനധികൃത സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ അനധികൃതമായി സ്ഥിര നിയമനം നൽകുന്നുണ്ടോ എന്ന് അറിയിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 10 വർഷം പൂർത്തിയായ താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു. മാനുഷിക പരിഗണനയിൽ നിലവിലുള്ള തസ്തികയിൽ ഒറ്റത്തവണ മാത്രം നിയമനം നൽകാമെന്നായിരുന്നു അന്ന് കോടതി വിധി. ഇത്തരം നിയമനം ഇനി ഉണ്ടാവരുതെന്നും നിർദ്ദേശിച്ചിരുന്നു. അത് ലംഘിച്ചാണ് വീണ്ടും സ്ഥിര നിയമനത്തിന് നീക്കം നടക്കുന്നുവെന്ന് കാണിച്ച് കോടതി അലക്ഷ്യ ഹർജി വന്നതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ. അപ്പൊ ഇവിടെ ഹൈക്കോടതി എങ്ങനെ ഇടപെടുന്നു? അതിനു മുൻപായിട്ട്, അതായത് 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു ഭരണപരിഷ്കാര കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ഈ പിൻവാതിൽ നിയമനങ്ങൾ കണ്ടെത്തി അവ പിൻവാതിൽ പൂട്ടണം, അനധികൃത നിയമനങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് ഭരണപരിഷ്കാര വകുപ്പ് രംഗത്ത് വരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയല്ല, അതായത് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശിക്കുകയായിരുന്നു, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയല്ലാതെ പിൻവാതിൽ വഴി നടത്തിയ എല്ലാ അപ്പോയിന്റ്മെന്റ്സിനെയും നിയമനങ്ങളെയും പറ്റി വളരെ ആധികാരികമായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ച് നിയമവിരുദ്ധമായവ റദ്ദാക്കുകയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുകയും വേണമെന്നാണ് സർക്കാരിന് നൽകിയിരുന്ന ശുപാർശ. 25 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് നോക്കിയിരിക്കെയാണ് ഇതുപോലെ പിൻവാതിൽ നിയമനം നടത്തുന്നത് എന്ന കാര്യം കൂടി ഇവർ കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എല്ലാ വകുപ്പുകളിലും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും മാസം തോറും സ്ഥിരം, കരാർ, താൽക്കാലിക ഒഴിവുകൾ അറിയിക്കാനും നിയമന പരാതികൾ പരിഹരിക്കാനും ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുക കമ്മീഷന്റെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശയാണ്. 2ാമത്തെ ശുപാർശ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കുള്ള ഉപദേശക സംവിധാനമാക്കുക. 3 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലൂടെ ശേഖരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ടെക്നോപാർക്കിലെ സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ ഡേറ്റ ബാക്കപ്പിനായി വകുപ്പ് ഡയറക്ടറേറ്റിൽ പുതിയ സെർവർ സ്ഥാപിക്കുക. ഒഴിവുകൾ 10,000, നിയമനം 323. 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2021 മെയ് 20 മുതൽ മെയ് 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 323 നിയമനങ്ങൾ മാത്രമാണ് നടത്തിയത്, അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നടത്തിയത്. അധ്യാപക തസ്തികകളിൽ ഉൾപ്പെടെ 10,000 താൽക്കാലിക ഒഴിവ് ഓരോ വർഷവും ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് നടത്താതെ ഇരിക്കുന്നത്. ഇങ്ങനെ നടത്താതിരിക്കുന്ന, ഉദാഹരണത്തിന് മെയ് 31 വരെ, മെയ് 31, 2024 വരെ നടത്തിയ അപ്പോയിന്റ്മെന്റ്സ് എത്രയാണെന്ന്, 10,000 അപ്പോയിന്റ്മെന്റ്സിന്റെ ആവശ്യമുള്ളപ്പോഴാണ്, വേക്കൻസീസ് ഉള്ളപ്പോഴാണ് എത്രയാണ് നടത്തിയ? KSRTC 2 അപ്പോയിന്റ്മെന്റ്, ആരോഗ്യ മേഖല 6,972, വാട്ടർ അതോറിറ്റി 2,037, ഉന്നത വിദ്യാഭ്യാസം 1,102, പൊതുവിദ്യാഭ്യാസം 323, സാങ്കേതിക വിദ്യാഭ്യാസം 670, തദ്ദേശ സ്വയംഭരണം 2,783, വനം 151, സഹകരണ ബാങ്കുകൾ 177. 10,000 വേക്കൻസീസ് കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്രമാത്രം അപ്പോയിന്റ്മെന്റ്സ് നടത്തിയത്. ഈ കാര്യങ്ങളെല്ലാം ഭരണപരിഷ്കാര കമ്മീഷൻ വളരെ കൃത്യമായി പഠിച്ച് രേഖപ്പെടുത്തുകയും ഇതിനെതിരെ
അതായത് എന്താണ് വേക്കൻസീസ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കി അപ്പോയിന്റ്മെന്റ്സ് നടത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ അപ്പോഴൊന്നും ഗവൺമെന്റ് യാതൊരു ആക്ഷനും എടുത്തില്ല. ഇപ്പോൾ ഈ 10,000-കണക്കിനുള്ള തസ്തികകളെ പിന്നെ എന്താ പറയുക പെർമനന്റ് വേക്കൻസീസ് ആക്കി മാറ്റി അവിടെ അപ്പോയിന്റ്മെന്റ്സ് നടത്തുക. അങ്ങനെ ഗവൺമെന്റ് ഇറങ്ങുമ്പോഴേക്കും ഗവൺമെന്റിന്റെ പ്രിയപ്പെട്ടവരെ തന്നെ, ഗവൺമെന്റിന് വേണ്ടപ്പെട്ടവരെ തന്നെ തസ്തികകളിൽ സൃഷ്ടിക്കുക. അങ്ങനെ ഒരു ഗവൺമെന്റിന് ചേരുന്ന, ഗവൺമെന്റിന് വേണ്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക. അതാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ 25 ലക്ഷത്തോളം പേർ പലരും പരീക്ഷ എഴുതി. ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ്, 1ാം റാങ്ക് നേടിയിട്ടും PSC നിയമനമില്ല. വിങ്ങിപ്പൊട്ടി മുൻ SFI നേതാവ്, അതാ ഓർക്കേണ്ടത്, SFI നേതാവ് ആയിട്ട് പോലും ജോലി ലഭിക്കാതെ, PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയിട്ടും ജോലി ലഭിക്കാതെ മുൻ SFI നേതാവ് സർക്കാരിനെയും PSCയെയും CPM നേതാക്കളെയും പലവട്ടം സമീപിച്ചിട്ടും നീതി കിട്ടിയില്ലെന്ന് ഉറുദു അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിലെ M റഷീദ പറഞ്ഞു. ഇതുപോലെ ഈ റഷീദ, ഒരുപാട് റഷീദമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റെവിടെയും, അതായത് ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് വിദ്യാഭ്യാസ നിലവാരം പുറത്തുപോയി തന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവരൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാലയങ്ങളിൽ ഒന്നുമല്ല ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിക്കുന്നത്. അവിടെ പഠിച്ച് ഇറങ്ങിയാൽ തന്നെയും അവർക്ക് ജോലി ഒന്നും കിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്ത്, എന്തെങ്കിലും വിടുപണി ചെയ്ത് അവർ ജീവിക്കും. ഇവിടേക്ക് വരുന്നതിനേക്കാൾ അതാണ് ഭേദം എന്ന് വിചാരിച്ച്. ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിൽ തന്നെ പണ്ട് പോളിടെക്നിക് ആയിരുന്നതൊക്കെ ഓട്ടോണമസ് കോളേജ് എന്ന രീതിയിൽ വലിയ മികവ് നികത്തി എന്ന് പറഞ്ഞാണ് ഇന്ത്യയിലെ, കേരളത്തിലെ അഡ്വർടൈസ് ചെയ്യുന്നത്. എന്നിട്ട് അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കാണ് ഇവിടെ വളരെ മിടുക്കരായിട്ട് പഠിക്കാൻ പറ്റുന്നവര് പണം ചെലവാക്കി പോകുന്നത്. GRE എഴുതി അമേരിക്കയിൽ പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ കഴിവ് കൊണ്ട് മെച്ചപ്പെട്ട ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് പഠിക്കാൻ പോകുന്നത്. ഇതങ്ങനെയല്ല. 2ാം കിടയോ 3ാം കിടയോ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോലും പഠിക്കാൻ പോകുന്നതും ഒക്കെ എന്തെങ്കിലും ഒരു ജോലി പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാണ് ഈ തിരികെ കയറ്റൽ എന്ന നാടകം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് റഷീദയുടെ കേസിൽ തന്നെ അറിയാം, കുടുംബമായി ഒരുപക്ഷെ 1-2 കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞവര്, അത് അവിവാഹിതരായിട്ടിരിക്കുന്നവര്, ഒരു ജോലി കിട്ടിയിട്ട് വേണം വിവാഹം കഴിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നവര്, അങ്ങനെ പല തരത്തിലുള്ള ഒരു വീടിന്റെ അത്താണിയാകാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് PSC പരീക്ഷ കഷ്ടപ്പെട്ട് പഠിച്ച്, ആ പഠനത്തിന് വേണ്ടിയും അവർ നല്ല പണം ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ച് ജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് 1-2 വർഷം ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതുവരെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന അവസാനം പ്രതീക്ഷ നശിക്കുന്നവര്. ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ കണ്ടു, ഒരു SFI നേതാവായിരുന്ന പെൺകുട്ടിക്കാണ് ഈ റഷീദ ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ മറ്റ് പാർട്ടികളിൽപ്പെട്ടവരുടെ അനുഭവം എത്ര മോശമായിരിക്കും. അതായത് സർക്കാരിന് വിടുപണി ചെയ്യുന്നവരെ മാത്രം പിൻവാതിലിലൂടെ നിയമിക്കുക. കാരണം എപ്പോഴും അവര് സാർ 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 എന്ന് പറഞ്ഞ് ഇഷ്ടം അവരാവശ്യപ്പെടുന്നത് എന്തും ചെയ്ത് ജീവിക്കും. അതേ സമയത്ത് ഇത്തിരി ഒന്ന് എതിർത്ത് നിൽക്കുന്നവരെ അവര് ശരിക്ക് വട്ടം കറക്കും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ B അശോക് അനുഭവിക്കേണ്ടി വന്നത് ഈ 2025-26 വർഷത്തില്. അദ്ദേഹം, അതായത് വേൾഡ് ബാങ്കിൽ നിന്ന് ഇന്ത്യയുടെ സമഗ്ര കാർഷിക വികസനത്തിന്, അതായത് ക്ലൈമറ്റ് റെസിലിയന്റ് കാർഷിക വികസനത്തിന് വേണ്ടി ഇന്ത്യക്ക് നൽകിയ വായ്പ, അതിന്റെ കേരളത്തിന്റെ ഷെയർ കഴിഞ്ഞ ഡിസംബറോട് കൂടിയാണ് വരുന്നത്. പക്ഷെ ആ ഫണ്ട് കാർഷിക പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന B അശോക് പോലും അറിയാതെ വകമാറ്റി ചെലവഴിച്ചു. B അശോക് അത് പുറത്തുവിട്ടത് മാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയത്. പുറത്തുവിട്ടതോടുകൂടി അദ്ദേഹത്തിനെതിരെയായി ആക്ഷൻ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സത്യസന്ധരായ IAS ഓഫീസർ, എഫിഷ്യന്റ് ആയിട്ടുള്ള IAS ഓഫീസുകാരെ പിന്നെ ഒരു പാഠം പഠിപ്പിക്കും ഗവൺമെന്റ്, LDF ഗവൺമെന്റ് പ്രത്യേകിച്ചും. അതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഫണ്ട് കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ വളരെ ചെറിയൊരു തുകയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ അതായത് സർക്കാരിനോടൊപ്പം നിന്നാൽ എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്ത് നെറുകേടും കാണിക്കാം
എന്ത് കാര്യക്ഷമതയില്ലായ്മയും കാര്യക്ഷമതയായിട്ട് കണക്കാക്കും. കാരണം റാൻമൂലിയാണല്ലോ. റാൻമൂലി അല്ല ഒരു IAS കാരനെങ്കിൽ പോലും ആ IAS കാരന് യാതൊരു വിലയുമില്ല. കഷ്ടപ്പെടുത്താവുന്നിടത്തോളം പെടുത്തും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാജീവ് നാരായണ സ്വാമി. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഗവൺമെന്റിന്റെ ഇംഗിതത്തിനൊത്ത് ചെയ്യാത്ത കാര്യങ്ങൾ നീക്കാത്തത് കാരണം കൊണ്ടാണ് അദ്ദേഹം എത്തേണ്ടടുത്ത് എത്താത്തത്. അല്ലായിരുന്നെങ്കിൽ കേരളം കണ്ടതിൽ ഏറ്റവും മിടുക്കനായ ഒരു IAS ഉദ്യോഗസ്ഥനായി അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ഒക്കെ ആയി പ്രവർത്തിച്ച് കേരളത്തെ വലിയ നിലകളിലേക്ക് എത്തേണ്ടിയിരുന്ന ആളാണ്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ നമുക്കറിയാം ഡോക്ടർ ബി അശോകിന്റെ കാര്യമാണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ്. അവർക്ക് അവരുടെ പ്രവർത്തന മേഖല, ആ പ്രവർത്തന മേഖലയിൽ അവർക്ക് അധികാരങ്ങൾ കൊടുക്കണം. അല്ലാണ്ട് ഒരു IAS കാരന്റെ പ്രവർത്തന മേഖല നിയമങ്ങൾക്കനുസരിച്ചല്ലേ ഒരു IAS കാരൻ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അയാളുടെ ആ പ്രവർത്തന പരിധിയിലേക്ക് കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏത് ഗവൺമെന്റും തെറ്റായ ഗവൺമെന്റാണ്. ഇവിടെയും അത് തന്നെയാണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ തിന്മ ഏത് എന്ന് ചോദിച്ചാൽ അതാണ് ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത്. കാരണം PSC വഴി വരുന്നവർ തീർച്ചയായും എഫിഷ്യന്റ് ആയിരിക്കും. ആ എഫിഷ്യൻസി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ സർക്കാർ വളരെ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമത കാഴ്ചവെച്ച് വികസനത്തിന്റെ കുതിപ്പുമായി മുന്നോട്ട് പോകും. അതേസമയത്ത് കഴിവ് കെട്ടവർ, തിരുമ്മി നടക്കുന്നവർ ഓരോ വകുപ്പിലും വന്നു പെട്ടുകഴിഞ്ഞാൽ അതോടെ തീരുന്നു ആ ഗവൺമെന്റിന്റെ പ്രവർത്തന ക്ഷമത. അതാണ് നമ്മളിപ്പോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇങ്ങനെ കടക്കണിയിലേക്ക് പോകുന്നത്. എന്നിട്ട് ഫിനാൻസ് കമ്മീഷനെയും കേന്ദ്ര ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്തുന്നു. ഈ പറയപ്പെട്ട രണ്ട് എൻജിൻസും, അതായത് ഫിനാൻസ് കമ്മീഷൻ എന്ന എൻജിനും കേന്ദ്ര ഗവൺമെന്റ് എന്ന എൻജിനും പാകപ്പിഴകൾ തീർച്ചയായിട്ടും ഉണ്ട്. സംസ്ഥാനങ്ങളെ ഒരുപാട് വലിയ പരിധി വരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്, ധനപരമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊന്നും ധനപ്രതിസന്ധി ഇല്ലല്ലോ. അവരൊക്കെ എങ്ങനെയാ അത് അതിജീവിക്കുന്നത്? അവരൊക്കെ അതിജീവിക്കുന്നത് പോലെ കേരളത്തിനും അതിജീവിക്കാൻ കഴിയുന്നുണ്ട് UDF ഭരണകാലത്തൊക്കെയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് LDF സർക്കാരിന്റെ കാലത്ത് ഇത്രയധികം ധനപ്രതിസന്ധിയും ഒക്കെ ഉണ്ടായത് ഈ കഴിവുകെട്ട യൂസ്ലെസ് ആയിട്ടുള്ളവരെ പിൻവാതിൽ വഴി നിയമിക്കുക വഴി കാര്യക്ഷമതയോട് അടിയറവ് പറയുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് കുറ്റകരമാണ്. ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ തന്നെ കൊണ്ടുവന്ന് ആക്ഷൻ എടുപ്പിക്കുക തന്നെ വേണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ അതുമല്ലെങ്കിൽ PSC വഴിയോ ലിസ്റ്റിലുള്ളവരെ അപ്പോയിന്റ് ചെയ്യാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കണം, അല്ലെങ്കിൽ കോടതി എടുപ്പിക്കണം.